ഓർഡർ. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ വി പി ശശീന്ദ്രന് 46 വോട്ടും ശ്രീ പി ശ്രീരാമകൃഷ്ണന് 92 വോട്ടും കിട്ടിയിരിക്കുന്നു. ഒരു വോട്ട് അസാധുവായി. ശ്രീ പി ശ്രീരാമകൃഷ്ണനെ 14 കേരള നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 14 നിയമസഭയുടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ. 92 വോട്ടുകളാണ് ശ്രീരാമകൃഷ്ണന് ലഭിച്ചിട്ടുള്ളത്. വി പി ശശീന്ദ്രന് 46 വോട്ടുകളും. ഷീജ ചേർന്നുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി. ഷീജ, എങ്ങനെയാണ് കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? സൗമ്യ, ഏതായാലും 14 നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് 92 വോട്ടുകളാണ് ലഭിച്ചത്. വി പി ശശീന്ദ്രന് 46 വോട്ടുകളും 1 വോട്ട് അസാധുവായിട്ടുള്ളതായാണ് ഇപ്പോൾ പ്രോട്ടം സ്പീക്കറായിരുന്ന എസ് ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 14 നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ 47 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ 46 വോട്ടുകളാണ് വി പി ശശീന്ദ്രന് വേണ്ടിയിട്ടുള്ളത്. തീർച്ചയായും സൗമ്യ, ആ കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. വി പി ശശീന്ദ്രന് 46 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് UDF നിന്ന് തന്നെ വോട്ട് ലഭിച്ചിട്ടില്ല. UDFന്റെ തന്നെ വോട്ട് വ്യക്തമായും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അത് ആരുടെ വോട്ട് എന്നുള്ള കാര്യമാണ് ഇനി നോക്കേണ്ടത്. ഏതായാലും പി ശ്രീരാമകൃഷ്ണൻ 92 വോട്ടോടുകൂടി സ്പീക്കറായി ചുമതലയേൽക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്.